പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു സിനിമ കണ്ടിട്ട് അത് നന്നായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതാണ് എനിക്ക് ദുരന്തരം കണ്ടപ്പോൾ തോന്നിയത്. ഈ പടം ആക്ച്വലി റിലീസായ സമയത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ഒരു ദിവസം 2 ഷോ വെച്ചിട്ടാണ് ഉണ്ടായത്. അതായത് ഉച്ചയ്ക്കൊരു ഷോ, രാത്രി 10 മണിക്കൊരു ഷോ. അപ്പോൾ ഈ ഒരു ടൈമിങ് എനിക്ക് തീരെ സെറ്റ് ആവാത്തത് കൊണ്ടും പടത്തിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്ട് 3.5 മണിക്കൂറുള്ളത് കൊണ്ടും ഞാൻ വലിയ താല്പര്യം കാണിക്കാത്ത, തിയേറ്ററിൽ പോയി കാണാത്തൊരു പടമായിരുന്നു ഇത്. അഥവാ പടം എങ്ങാനും കുറച്ച് മോശമായി കഴിഞ്ഞാലില്ലേ, നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റില്ല, പക്ഷെ 3.5 മണിക്കൂർ ഇരുന്ന് കാണുകയും വേണം, അതിനോട് കുടുങ്ങിപ്പോകും. ഞാൻ മുമ്പ് നിവിൻ പോളിയുടെ തുറമുഖം കണ്ട സമയത്ത് എനിക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ ഡ്യൂറേഷനിൽ പടം വന്നിട്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല, ഇത് സഹിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാകും. അങ്ങനെ ഒരു ഹാഫ് മൈൻഡിലാണ് ഞാൻ ഈ പടം കാണാൻ വിട്ടിരുന്നത് OTT റിലീസിന് ശേഷം. പക്ഷെ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഈ 3.5 മണിക്കൂറല്ലോ ഇല്ലേ, ടപ്പേന്ന് പോയിട്ടുണ്ട്. പക്ഷേ മേക്കിംഗ് വേസ് ഈ പടം കിടിലമാണ്. ആദിത്യധറിന്റെ ഒരു കിണ്ണം പോലത്തെ ഒരു സ്ക്രിപ്റ്റും നല്ലൊരു മേക്കിങ്ങുമാണ്. അതായത് ഈ പടത്തിന്റെ ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിലില്ലേ, നമ്മളിങ്ങനെ എന്താണ് കുറച്ചൊക്കെ ബോറടിക്കേണ്ടതാണ്. ഇത്രയും സമയം ആൾക്കാർ പിടിച്ചിരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ടാസ്ക് ആണ്. പക്ഷെ അങ്ങനെ എവിടെ ഒരു ലാഗ് ഈ പടത്തിൽ ഫീൽ ചെയ്യില്ല. ഓരോ ഇൻസിഡന്റുകൾ, ഓരോ കഥാപാത്രങ്ങൾ കയറി വരുന്നത്, അവരുടെ പെർഫോമൻസ്, അങ്ങനെ എന്താണ് നമുക്ക് ഒട്ടും ഒരു ലാഗ് തോന്നില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ടിരുന്നു പോകും നമ്മള്. പിന്നെ അത് മാത്രമല്ല, ഈ പടം കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. അതായത് കഥാപാത്രങ്ങളിലും അവരുടെ ഇതിലൊക്കെ ചില എന്താണ് സിനിമയുടേതായിട്ടുള്ള ചില ഫിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇല്ലേ, ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന ഇൻസിഡന്റ് എല്ലാം ശരിക്കും സംഭവിച്ചതാണ്. ഇപ്പോൾ മറ്റേ വിമാന റാഞ്ചി കൊണ്ടുപോയത് കാണ്ഡഹാറിലത്തെ ഇൻസിഡന്റ്, 2001 പാർലമെന്റ് അറ്റാക്ക്, അതുപോലെ തന്നെ ഈ മുംബൈ ഭീകരാക്രമണം, അതുപോലെ കുറെ കാര്യങ്ങൾ അറിയാലോ, ഈ പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം അതെല്ലാം റിയൽ ഇൻസിഡന്റ് ആണ്. പക്ഷെ ഈ ആദിത്യധറിന്റെ മുമ്പുള്ള സിനിമകൾ, അതായത് ഉറി, സർജിക്കൽ സ്ട്രൈക്ക് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 അങ്ങനെ എന്തോ ഒരു പടം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതേ പാറ്റേണിലുള്ള പടം തന്നെയാണ്. അതായത് നാഷണലിസം ഉണ്ട്, പക്ഷെ അതിനെ കുറച്ചുകൂടി എസ്തെറ്റിക് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ മോശമായിട്ടൊന്നും തോന്നില്ല, നല്ല രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞത് ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണ്. അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അതുപോലെ തന്നെ ഇതില് പാകിസ്ഥാനിലെ ഒരു പൊളിറ്റീഷ്യനായിട്ട് ജമാലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. രാകേഷ് എന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിസ്റ്റിന്റെ പേര്. നല്ല പെർഫോമർ ആയിരുന്നു. പിന്നെ നമ്മളെ ഇയാൾ അർജുൻ രാംപാലിന്റെ കഥാപാത്രം, എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് രൺവീർ സിംഗും നല്ലൊരു പെർഫോമറാണ്. അയാൾ ഈ ഓഫ് സ്ക്രീനിൽ അങ്ങനെ പല അഭ്യാസങ്ങളും കാണിക്കുമെങ്കിൽ പോലും രൺവീറിന്റെ എന്താണ് സിനിമയിലെ പെർഫോമൻസ് കിണ്ണം, നല്ല പെർഫോമർ ആയിരുന്നു. അതായത് ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എല്ലാം കറക്റ്റ് എന്താണോ വേണ്ടത് അതൊക്കെ കൃത്യമായി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, അതായത് ആദ്യത്തെ 1.5 മണിക്കൂറിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,